പുഷ്പങ്ങൾ സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി ഗന്ധർവ സ്വരമാധുരി. ആ ജയനെ നിങ്ങൾ മറന്നു കൊള്ളുന്നവര് ഒരുപാട് നിങ്ങളെ ഉറപ്പിക്കാൻ കൂടി ഞാൻ ആ പാട്ട് പാടിയിട്ടുള്ളത്. അദ്ദേഹം ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതുപോലെ കൊമ്പിൽ കിളിക്കും കെട്ടി ഒളിഞ്ഞ പന്തരത്തിൽ ആ പാട്ട് കേട്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഓരോ പാട്ടുകൾ മനസ്സിൽ എപ്പോഴും പാടി നടക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടെന്നുള്ള എനിക്കൊരു തോന്നൽ വരുന്നത്. പാട്ടോർ നബി വളരെ സന്തോഷം. എന്തായാലും മന്ത്രിയുടെ കൂട്ടത്തിൽ ഞാൻ ആദ്യമായിട്ടുള്ളൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നു. എനിക്ക് വളരെ സന്തോഷം. അതുപോലെ നമ്മുടെ BJPയുടെ കാൻഡിഡേറ്റായിട്ട് മുകേഷിനെതിരായിട്ട് മത്സരിച്ച അദ്ദേഹമുള്ളത്. സാറേതായാലും അടുത്ത പ്രാവശ്യം കൂടെ താറ് അദ്ദേഹത്തിന്റെ പേരെന്താ? മിസ്റ്റർ ശശികുമാർ സാർ. കഴിയുമ്പോൾ അതായത് ഒരു വർഷം കഴിയുമ്പോൾ അടുത്ത ഇലക്ഷൻ വരികയാണ്. സാറ് വീണ്ടും നിൽക്കാൻ തയ്യാറുണ്ട്? മറുപടി പറയണം. അതിന് വേറൊരു മറുപടി ഞാൻ തരാൻ പോകും. അതുകൊണ്ടാണ് സാറ് നിൽക്കാൻ തയ്യാറാണോ? അല്ല അതല്ല സാർ, തോൽവി എന്ന് പറയുന്നത് ജയത്തിന്റെ ചവിട്ടുപടിയാണ്. അത് മറക്കരുത്, മനസ്സിലാക്കുക. അത് ഒരിക്കലും മറക്കും. വേറെ ദർ ഇസ് എ വാലി, കുന്നെവിടെയുള്ള ഒരു താഴ്വരയുണ്ട്. ആ വിശ്വാസം ഉണ്ട് ഇല്ലെന്നൊക്കെ ചുമ്മാ പറയല്ലേ ശശികുമാർ സാർ. സാറ് നിൽക്കുകയോ ഇല്ലയോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? അതിപ്പം നിൽക്കുന്ന കാര്യമല്ല പറഞ്ഞത്. എലക്ഷൻ അവിടെ ഇനി സാർ ഇലക്ഷനിൽ നിൽക്കുവോ? സാറിന്റെ മനസ്സാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ പാർട്ടി അല്ല ചോദിക്കുന്നത്. അല്ലില്ല. പക്ഷെ സാർ ഇലക്ഷന് നിൽക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടായി. ഇനി നിൽക്കത്തില്ല. അല്ല അതെന്താണെന്നറിയാം, പുള്ളി അത് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കെതിരായിട്ട് നിൽക്കാനുള്ള കാൻഡിഡേറ്റ് ഞാനാണ്. അത് പറയാൻ വേണ്ടിയാണ്. സോറി സാർ, ഇതിപ്പോ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞത്. അത് വലിയ ഇതായിട്ടൊന്നും എടുക്കരുത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഭയങ്കര സന്തോഷം. കൊല്ലത്ത് നിന്ന് കൊല്ലംകാരെ കണ്ടു. പാട്ടിലൂടെ ജയനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ തന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കൊല്ലത്തുണ്ട്. അത് നടക്കട്ടെ, നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകട്ടെ. അതിന് ഞാൻ മിസ്റ്റർ സതീഷിൻ്റെ ഒക്കെ തന്നെ വളരെയധികം അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ കഴിയുന്നത് സംഭവങ്ങൾ ഞാൻ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കും. അതിലൂടെ ഒരു നല്ല ഒരു സിനിമ സ്റ്റൈലിലേക്ക്, ഷോർട്ട് ഫോംസ് മാത്രം ചെയ്താൽ പോരാ. ഇവിടെ സംസാരിച്ച കേട്ടത് എനിക്കത് ഒരു ഫിലിം സ്റ്റൈലിലുള്ളത് ചെയ്യാൻ സതീശന് അതിൽ കഴിവുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും സതീശന് നല്ല മൂവി തന്നെ ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ടെന്നൊരു ന്യൂസ് ഞാൻ അറിഞ്ഞു. സതീശന് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മൂവി ചെയ്യാൻ പോകുന്നുണ്ട്. He is the director and so many other artists from other languages for acting that movie. അത് ഭയങ്കര എന്താ പറയുക, ഒരു നിമിത്തം ഒക്കെ ഒരു നിമിത്തം